ना जा सके. 2008 സംവിധായകൻ ബ്ലസ്സി നടൻ പൃഥ്വിരാജിനോട് ഒരു കഥ പറഞ്ഞു. അത് വെറും ഒരു കഥയായിരുന്നില്ല, രാപ്പകൽ മരുഭൂമിയിൽപ്പെട്ട് ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിത കഥയായിരുന്നു. അതെ, 2008 തന്നെ പ്രശസ്ത മലയാള എഴുത്തുകാരൻ ബെന്യാമിൻ എഴുതി പ്രസിദ്ധീകരിച്ച ആടുജീവിതം. പൃഥ്വിരാജ് അന്ന് പടം കമ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ ഷൂട്ടിംഗ് നീണ്ടുപോവുകയായിരുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും 15 വർഷമെടുത്ത് ഒരു മലയാള സിനിമ പൂർത്തിയാക്കുന്നത്. അന്ന് സംവിധായകൻ ബ്ലസ്സി നടൻ വിക്രമിനോടും ആടുജീവിതത്തിന്റെ കഥ പറയുകയും ചിത്രം തമിഴിലേക്ക് പുനർനിർമ്മിക്കുന്നത് പരിഗണനയിൽ വെക്കുകയും ചെയ്തിരുന്നു. വളരെ പ്രശസ്തമായ ആടുജീവിതം എന്ന പുസ്തകം പിന്നീട് സിനിമയാകുന്നു എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് കൂടുതൽ ആവേശം കൊണ്ടു. രാപ്പകൽ ജീവന് വേണ്ടി മരുഭൂമിയിൽ അലഞ്ഞ നജീബ് എന്ന മനുഷ്യന്റെ കഥ സിനിമയാകുമ്പോൾ പൃഥ്വിരാജ് എന്ന നടന്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും അഭിനയ മിഴിവും സിനിമയുടെ ട്രെയിലറിൽ തന്നെ നാം കണ്ടറിഞ്ഞതാണ്. പടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ 96 കിലോ ഉണ്ടായിരുന്ന പൃഥ്വിരാജ് പടത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോൾ 67 കിലോ ആയി കുറഞ്ഞു. 2020 കോവിഡ് ലോക്ക്ഡൌണിൽ സിനിമയുടെ ചിത്രീകരണം ജോർദാനിൽ വെച്ച് നിൽക്കുകയും 70 ദിവസം മരുഭൂമിയിൽ അകപ്പെട്ടതൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു. സുനിൽ കേസിന്റെ ഛായാഗ്രഹണത്തിന് AR റഹ്മാൻ സംഗീതം നൽകുമ്പോൾ ചിത്രം മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലായാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസനും അമല പോളും ഹേഷ്യൻ ആക്ടറുമായ ജിമ്മി ജീൻ ലൂയിസുമാണ് മറ്റു താരങ്ങൾ. പല ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ആടുജീവിതം എന്ന പുസ്തകം സിനിമയാകുമ്പോൾ കണ്ടറിയാം ബ്ലസ്സി എന്ന സംവിധായകന്റെ അത്ഭുതം. से कोई बाहर ना जा सके.